നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെലാറസ് സുപ്രീം കോടതിയുടെ ഒരു നിർണായക തീരുമാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിരിക്കുന്നതും എല്ലാവരും സംസാരിക്കുന്നതുമായ വിഷയം. 8 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടിയെ തലയറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ് ബെലാറസ് സുപ്രീം കോടതി. കേസിൽ കൂട്ടുപ്രതിയായ പെൺകുട്ടിയുടെ പെറ്റമ്മയെ 25 വർഷം തടവിന് വിധിക്കുന്നതും കോടതി ശരിവെച്ചിരിക്കുന്നു. കേസിൽ കീഴ്ക്കോടതി വിധിക്കെതിരെ ഇരുവരും നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി ഇത്തരത്തിലൊരു ശിക്ഷ വിധിച്ചത്. സുപ്രീം കോടതിയുടെ ഈ ശിക്ഷാ നടപടിയെ 100% അംഗീകരിച്ചുകൊണ്ടാണ് നാനാദേശത്തു നിന്നുള്ള ജനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബെലാറസ് യൂണിറ്റിലെ ലിയോണിഡ് നതാലിയ കോഡ് ദമ്പതികളുടെ 8 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് ഹന്നയാണ് കഴിഞ്ഞ വർഷം അരും കൊലയ്ക്ക് ഇരയായത്. 48-കാരനായ വിക്ടർ സെലേറാസ് ആണ് കേസിലെ മുഖ്യപ്രതി. കുഞ്ഞിന്റെ അമ്മയായ നതാലിയ രണ്ടാം പ്രതിയുമാണ്. നതാലിയും സെലേറും സംഭവ ദിവസം വീട്ടിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഇതിനുശേഷം മദ്യലഹരിയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. കറിക്കത്തി ഉപയോഗിച്ച് കുഞ്ഞിന്റെ ദേഹമാസകലം മുറിവ് ഏൽപ്പിച്ച ശേഷം തല അറുത്തു മാറ്റുകയായിരുന്നു. ഏകദേശം 46 മുറിവുകളാണ് ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത്. സംഭവ സമയം നതാലിയുടെ ഭർത്താവ് ലിയോണിഡും 4ഉം 6ഉം വയസ്സുള്ള മറ്റു 2 മക്കളും പുറത്തു പോയത് ആയിരുന്നു. ഇവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഹന്നയെ കണ്ടത്. ഉടൻ തന്നെ കുഞ്ഞിനെ വാരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും നേരത്തെ തന്നെ മരണം സംഭവിച്ചിരുന്നു. കൊലപ്പെടുത്തുന്നതിന് മുമ്പ് കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ ഇത് സമ്മതിക്കുകയും ചെയ്തു. കേസിൽ മുഖ്യപ്രതിയായ വിക്ടറിന് വധശിക്ഷയും രണ്ടാം പ്രതി നതാലിയയ്ക്ക് 25 വർഷം തടവുമാണ് കോടതി വിധിച്ചത്. ഇതിനെതിരെയാണ് ഇരുവരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. എന്നാലും അവിടെയും യാതൊരു രക്ഷയും ഉണ്ടായില്ല. അതേസമയം പ്രതികളുടെ അപ്പീൽ തള്ളിയെങ്കിലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാൾക്ക് ദയാഹർജി നൽകാനുള്ള അവസരമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസിഡന്റിനാണ് ദയാഹർജി സമർപ്പിക്കേണ്ടത്. വെടിവെപ്പ് വധശിക്ഷ നടപ്പിലാക്കുന്ന അപൂർവം ചില രാജ്യങ്ങളിലൊന്നാണ് ബെലാറസ് എന്ന് പറയുന്നത്. മുട്ടുകുത്തി നിർത്തി തലയുടെ പിൻഭാഗത്തേക്ക് നിറയൊഴിച്ചാണ് ശിക്ഷ നടപ്പാക്കുക. കൊലപാതകം പോലെയുള്ള ഗുരുതരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ വിധിക്കുന്നതും ഇവിടെ പതിവാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപെട്ട ശേഷം മാത്രം ഏകദേശം 400-ലധികം പേരുടെ വധശിക്ഷയാണ് ബെലാറസിൽ നടപ്പാക്കിയത്. യൂറോപ്യൻ യൂണിയനും മറ്റ് രാജ്യാന്തര സംഘടനകളും അത്തരം ശിക്ഷാരീതി അവസാനിപ്പിക്കണമെന്ന് ബെലാറസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ രാജ്യത്ത് നടക്കുന്ന ഹിതപരിശോധനയിൽ വധശിക്ഷയെ അനുകൂലിച്ചായിരുന്നു ഭൂരിഭാഗം ജനങ്ങളും വോട്ട് ചെയ്തതെന്നതും പ്രത്യേകതയാണ്. എന്തായാലും മദ്യലഹരിയിൽ ആണെങ്കിലും അല്ലെങ്കിലും ഇനിയും ഇവിടെ ശിക്ഷകൾ വർദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള ക്രൂരമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നത് സാരം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.